ഗോൾഡൻ അവർ എന്ന ഒരു ചോദ്യം വന്നു. ഇത്ര സമയം എടുക്കാം എന്നോ ഇത്ര സമയത്തിന് ഉള്ളിൽ ആണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു കാര്യത്തിൽ പറയുവാൻ സാധ്യമേ അല്ല. എത്രയും ഇപ്പോൾ കടിച്ച എത്രയും നേരത്തെ ആളിനെ എത്തിക്കാൻ കഴിയുമോ എത്രയും നേരത്തെ എത്തിക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ നിമിത്തം ഒന്ന് ലേറ്റായി കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇത് വൈറലാകപ്പെടും എന്നുള്ളത് കൊണ്ടുകൂടെ ഞാൻ പറയുകയാണ്. അങ്ങനെ ആശങ്കപ്പെടുകയൊന്നും വേണ്ട. ഇന്നലെ തന്നെ പള്ളിപ്പാട്ട് നടന്ന ആ സ്നേക്ക് ബൈറ്റ് ഞാൻ ഇന്ന് അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ വീട്ടുകാർ തന്നെ പറഞ്ഞു മണിക്കൂറുകൾ പിന്നിട്ടിട്ടാണ് പോയത്. ഇന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആ ഡോക്ടറെ ഞാൻ ബന്ധപ്പെട്ടിരുന്നു, സംസാരിച്ചു, അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചിരുന്നു. അപ്പം ആൾ ഓക്കെയാണ്. 10 വയലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആൾ ഓക്കെയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്ന് വിചാരിച്ച മണിക്കൂറുകൾ പിന്നിടണം എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എത്രയും വേഗം ഒരു സ്നേക്ക് ബൈറ്റ് ഏറ്റാൽ എത്രയും വേഗം അതിന് ഇത്ര സമയം എന്നത് നമുക്ക് പറയുക അസാധ്യകരമായ കാര്യമാണ്. അപകടം ഉണ്ടായി എന്നുള്ള ഏതെങ്കിലും നിലകളിലൊരു ബോധ്യതയുണ്ടെങ്കിൽ അത് കടിപ്പാട് എന്ന് വെച്ചതുകൊണ്ടല്ല, മറ്റെന്തെങ്കിലും ഏതെങ്കിലും നിലകളിലുള്ള മാർക്കോ ഒന്നുമല്ല. ഒരു സാധ്യത ഉണ്ടായി, എന്തോ എന്നെ കടിച്ചു എന്ന് കണ്ടാൽ ഉടൻ തന്നെ എന്ത് ചെയ്യുക, ഹോസ്പിറ്റലിൽ പോവുക. മറ്റൊരു കാര്യം കൊണ്ട് പറഞ്ഞാൽ പണ്ടുള്ള ആളുകളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് കടിച്ച പാമ്പിൻ്റെ പുറകിന് പോവുക. പോയിട്ട് ആ പോകുന്നയാൾക്കും ബൈറ്റ് ഏൽക്കുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല, ഈ രോഗിയെ കൊണ്ടുകൊണ്ട രോഗിയെ ഇവിടെ ഇട്ടിരിക്കുക, എന്നിട്ട് പാമ്പിൻ്റെ പുറകെ പോവുക. അപ്പോൾ ബഹുനിലകളിൽ ആ നിലകളിലും അപകടമുണ്ട്. നമുക്ക് വളരെ ഏറ്റവും ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റ് പ്രത്യേകിച്ച് കേരളത്തിലുണ്ട്. നമ്മുടെ ഇപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എന്തായിരുന്നു സിംറ്റം എന്തെങ്കിലും ഉണ്ടായിരുന്നു? പ്രത്യേകിച്ച് സിംറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ബ്ലഡ് പരിശോധിക്കുമ്പോൾ തന്നെ ഇത് ഹീമോടോക്സിക് ആണോ ന്യൂറോടോക്സിക് ആണോ എന്ന് കൃത്യമായിട്ട് അറിയുവാൻ കഴിയുന്ന സംവിധാനം നമ്മുടെ കേരളത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പാമ്പിൻ്റെ പുറകെ പോയി അടുത്ത ഒരു അപകടം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഈ രോഗിയെ സമയബന്ധിതമായിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാതെ അത് ലാഗ് ചെയ്ത് ആ രോഗിക്കൊരു അപകടം ഉണ്ടാക്കാനോ ശ്രമിക്കരുത് എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു. അതുകൊണ്ട് സമയത്തിൻ്റെ കാര്യത്തിൻ്റെ അർത്ഥത്തിൽ ഇന്ന സമയം ഇത്ര സമയം എടുത്ത് ചെന്നാൽ മതി എന്ന് പറയുന്ന ഒരു സമയം ആർക്കും പറയുക കഴിയില്ല. എത്രയും വേഗം എന്ത് ചെയ്യുക, നമ്മൾ ആ രോഗിയെ ഹോസ്പിറ്റലിൽ ASV ഉള്ള ആൻറ്റി സ്നേക്ക് വെനമുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫലപ്രദമായ കാര്യം.